Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാക്രോൺസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മാക്രോൺസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മാക്രോൺസ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെറും 4 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് ഈ മാക്രോൺസ് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 എഗ്ഗ്, അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാര, 3/4 കപ്പ് ആൽമണ്ട് ഫ്ലോർ, പിന്നെ 1 കപ്പ് ഐസിങ് ഷുഗർ. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് മാക്രോൺ കുക്കീസ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതിനുള്ളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സാൻഡ്വിച്ച് മോഡലിലാണ് സാധാരണയായിട്ട് മാക്രോൺസ് ഉണ്ടാവുക. അപ്പം ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 എഗ്ഗ്, 1 എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആൽമണ്ട് ഫ്ലോറും ഐസിങ് ഷുഗറും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടിത് അരിച്ച് യോജിപ്പിച്ചെടുക്കാം. ഇത് സ്പൂൺ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിപ്പയിലേക്ക് ഇട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. എല്ലാം കൂടി എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽമണ്ട് ഫ്ലോറും ഐസിങ് ഷുഗറും കൂടി നന്നായിട്ട് ഇവിടെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് അരിച്ചപ്പം. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഒരു 1/4 കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടി കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് പഞ്ചസാരയും എഗ് വൈറ്റും കൂടി നന്നായിട്ട് നല്ലൊരു സ്റ്റിഫ് ഫോം ആകുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എഗ് വൈറ്റ് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ആ ഷുഗർ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ മുഴുവൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല സ്പീഡിലിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്റ്റിഫായി വരുന്നത് വരെ നമുക്കിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സ്റ്റിഫായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്, 5 മുതൽ 6 മിനിറ്റ് വരെ ബീറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ടയുടെ മഞ്ഞ ഒട്ടും തന്നെ ഇതിൽ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ബ്ലേഡിലോ ബൗളിലോ ഒട്ടും തന്നെ വെള്ളവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് നല്ല സ്റ്റിഫായി കിട്ടില്ല. ഈ എഗ് വൈറ്റ് നന്നായിട്ട് സ്റ്റിഫായി വന്നാൽ നമ്മൾ ഈ ബൗളെടുത്തൊന്ന് കമിഴ്ത്തിയാൽ പോലും അത് താഴേക്ക് പോകാതെ അവിടെ തന്നെ നിൽക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കി നല്ല സ്റ്റിഫായിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ആൽമണ്ട് ഫ്ലോറും പിന്നെ ഐസിങ് ഷുഗറും മിക്സ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു 3-4 ബാച്ചായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എഗ് ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു സ്പാച്ചിൽ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്ത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ആൽമണ്ട് ഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആൽമണ്ട് എടുത്ത് അതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ആൽമണ്ട് ഫ്ലോർ കിട്ടും. തൊലി പെട്ടെന്ന് കളയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെക്കുക. അതിന് ശേഷം അത് ചൂടുള്ള വെള്ളത്തിൽ നിന്ന് എടുത്ത് നല്ല കോൾഡ് വാട്ടറിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതൊന്ന് ഉണക്കിയെടുക്കണം. ഒന്ന് വെയിലിൽ വെച്ച് കുറച്ച് സമയം ഉണക്കിയെടുക്കുകയോ, അല്ലെങ്കിൽ വെയിൽ കിട്ടാൻ നമുക്കൊന്നും സൗകര്യം ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെയാണ് ആൽമണ്ട് ഫ്ലോർ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൽമണ്ട് ഫ്ലോറും ഐസിങ് ഷുഗറും മുഴുവനായിട്ട് എഗ് വൈറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 4 ബാച്ചായിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ലൊരു റണ്ണിങ് കൺസിസ്റ്റൻസി ആകുന്നത് വരെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു ബാറ്ററായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിതിങ്ങനെ തന്നെ വേണമെങ്കിൽ ബേക്ക് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കളറായിട്ടാണ് ആഡ് ചെയ്യുന്നത്, ഒന്ന് ബ്ലൂവും ഒന്ന് പിങ്കും. അതിനായിട്ട് ഇതിന്ന് കുറച്ച് ബാറ്റർ എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഒന്നിൽ കുറച്ച് ബ്ലൂ കളറും ഒന്നിൽ പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ജെൽ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്.
ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്കും ബ്ലൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് പിന്നെ രണ്ടും ഓരോ ഐസിങ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിങ്ക് ഒന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിനുശേഷം ബ്ലൂവും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഐസിങ് ബാഗിലേക്ക് ഒഴിക്കേണ്ട സൗകര്യത്തിന് ഞാൻ ഐസിങ് ബാഗ് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഓവൻ്റെ ട്രേയിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് അതിലേക്ക് ചെറിയ ചെറിയ സർക്കിൾസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ച് വെക്കണം. ഈ പേപ്പർ ഒന്ന് മറിച്ച് വെച്ചാൽ അതിൻ്റെ അടയാളം ഇപ്പുറം കാണാൻ പറ്റുമല്ലോ. അതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ ബാറ്ററി പൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഐസിങ് ബാഗ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ബാറ്ററി അവിടേക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ സർക്കിളിൽ മുഴുവനായിട്ട് ബാറ്ററി ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് ഭാഗം അവിടെ ബാക്കി വെക്കുന്നുണ്ട്. മാക്രോൺസ് ഷീറ്റ് വാങ്ങാൻ കിട്ടും, അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ട്രേ എടുത്ത് 1-2 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൽ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. എന്നിട്ട് അതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ടൂത്ത് പിക്ക് എടുത്ത് നമുക്ക് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞു കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിപ്പോൾ ഈ ബാറ്ററി തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ഈ ബാറ്ററി സ്റ്റിക്കാവും. ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ ഇത് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും തന്നെ ഒട്ടും തന്നെ ഇത് സ്റ്റിക്കാവുന്നില്ല, കണ്ടില്ലേ? ഇങ്ങനെ ആകുന്നത് വരെ നമ്മളിത് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഓവനിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഒട്ടും തന്നെ കയ്യിലേക്കൊന്നും വരുന്നില്ല. ഇനി ഇത് നമുക്കൊരു 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, എനിക്കിപ്പോൾ ഇവിടെ 15 മിനിറ്റ് കൊണ്ട് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഈ ഷീറ്റിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇത് നല്ല ചൂടോട് കൂടി തന്നെ കൈയൊന്ന് തട്ടിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ ഹോൾസ് വന്നിട്ടുള്ളത്. നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് ഈ ഷീറ്റിൽ നിന്ന് മാക്രോൺസ് എടുത്ത് മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ മാക്രോൺസ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബ്ലൂ കളർ മാക്രോൺസും റെഡിയാക്കി എടുക്കാം. ടാപ്പ് ചെയ്തിട്ടും പോവാത്ത എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് വെച്ചിട്ട് കളഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്ലൂ മാക്രോൺസും നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ ബട്ടർ ക്രീമാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് 150 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം ഐസിങ് ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമാക്കിയിട്ടെടുക്കാം. ഞാൻ ഈ ക്രീമിനെ ഇവിടെ 3 പാർട്ടാക്കി മാറ്റുന്നുണ്ട്. ഒന്നിലേക്ക് അല്പം ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കാനും, ഒന്നിലേക്ക് കുറച്ച് റാസ്ബെറി ജാമോ അതുപോലെ തന്നെ പിങ്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാനും, പിന്നെ ഒന്ന് നോർമലായിട്ട് ഇതുപോലെ തന്നെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാനുമാണ്. ഇനി ഈ ക്രീം 3 ഓരോ ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്ക് മാക്രോൺസിനിടയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു അളവിലുള്ള മാക്രോൺസ് എടുത്ത് അതിനിടയിൽ ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. ഈ മാക്രോൺസ് ഫില്ലിംഗ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.